ഹലോ ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ കോർപ്പറേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കൺസ്യൂമേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വോളണ്ടറി ആയിട്ട് രൂപീകരിച്ച ഒരു ഓർഗനൈസേഷനാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാംസിന് ഏറ്റവും കൂടുതൽ ഫങ്ഷണൽ സൊസൈറ്റീസും ചോദിക്കുന്നത് കൺസ്യൂമറും മാർക്കറ്റിംഗും ആണ്. കൺസ്യൂമർ നന്നായി പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. PSC എന്ന് ചോദിച്ചേ ദെൻ ഓക്കെ. Dash is an apex organization founded on the birthday of Mahatma Gandhi on 2nd October 1958. കേട്ടോ, 1958 ഒക്ടോബർ 2-നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഗാന്ധി ജയന്തിയുടെ അന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു നാഷണൽ ലെവൽ ഫെഡറേഷൻ അല്ലെങ്കിൽ അപ്പെക്സ് ഓർഗനൈസേഷൻ ഏതെന്നായിരുന്നു ചോദിച്ചത്. ചോദ്യം വന്നത് തൊട്ട് മുന്നത്തെ തവണത്തെ JCI 2020 JCI എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ ആണോ? നോക്കിയടാ, ഡേയുടെ പ്രത്യേകത വെച്ചാണ് ഇവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേയുടെ അന്ന് ഓർഗനൈസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻ കേരള മാർക്കറ്റിംഗ് സൊസൈറ്റി ഹാസ് ഡാഷ് ടയർ സ്ട്രക്ചർ. കേരളത്തിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എത്ര ടയർ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇന്ന് നോക്കി, ഡാഷ് ഹാസ് ബീൻ പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ. അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് റോൾ, അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഏതെന്നാണ് തൊട്ടടുത്ത് ചോദിച്ചേക്കുന്നത്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത് നോക്കി, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ ഒത്തിരി തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. കേട്ടോ, ഇനി പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ എന്നായിരുന്നു ചോദിച്ച ചോദ്യം. ഓപ്ഷൻസ് കണ്ടല്ലോ. അപ്പോൾ ഇതിൽ എക്സാംസ് നമ്മൾ സ്ഥിരമായി എക്സാംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ നമുക്ക് നോക്കാം. നമുക്ക് ഈ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി അലൗഡ് ബൈ ദ മാർക്കറ്റിംഗ് സൊസൈറ്റി ടു ദ ഹോൾസെയിൽ ബയർ ഫോർ പർച്ചേസിംഗ് ദ പ്രൊഡ്യൂസ്. അല്ലേ, അതെന്താ ചോദിച്ചേക്കുന്നത്? ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി, അതായത് ഹോൾസെയിൽ ബയേഴ്സിന് ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റി അലോ ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി, അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ച് കൊടുത്തിട്ടുള്ള ഒരു ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് PSCയിലും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റ് പഠിക്കാം. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അത്രയും തറവായി പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് പഠിക്കാം മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. കേട്ടോ, എന്താ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? എന്താ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അസോസിയേഷനാണ് എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ഈ കൾട്ടിവേറ്റേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രോഡക്റ്റ് അല്ലേ, അവരുടെ ഉൽപ്പന്നം എന്ത് ചെയ്യണോടാ, സെയിൽ ചെയ്യണം അല്ലേ, സെല്ല് ചെയ്യണം. ഈ സെല്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണയായി കണ്ടുവരുന്നതാണ് മിഡിൽമെൻ അല്ലേ. മിഡിൽമെൻ, ഈ ഇടനിലക്കാർ വന്നുകൊണ്ട് എന്ത് ചെയ്യും, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക ചെയ്യുന്നത്. അതിലൂടെ എന്ത് സംഭവിക്കൂടെ, ഈ കഷ്ടപ്പെടുന്ന ഈ ഫാർമേഴ്സിന് അല്ലെങ്കിൽ ഈ കൾട്ടിവേറ്റേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രോഡക്റ്റിന് ആവശ്യമായ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫെയർ പ്രൈസ് അവർക്ക് കിട്ടുന്നില്ല അല്ലേ. ഫെയർ പ്രൈസ് അല്ലെങ്കിൽ ബെറ്റർ പ്രൈസ് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, അവരുടെ പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫെയർ പ്രൈസ് അല്ലെങ്കിൽ ബെറ്റർ പ്രൈസ് നൽകിക്കൊണ്ട്, മിഡിൽമെനെ ഒഴിവാക്കി അവരുടെ പ്രോഡക്റ്റിന് ബെറ്റർ പ്രൈസ് നൽകാനായിട്ട് ഉണ്ടായ ഫാർമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അവർ രൂപീകരിച്ച ഒരു അസോസിയേഷനാണ് എന്ത് പറയുന്നത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ഫാർമേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസാൻസോ സ്മാൾ പ്രൊഡ്യൂസേഴ്സോ ചേർന്നുണ്ടാക്കിയ ഒരു അസോസിയേഷനാണ്, അവരുടെ ഒരു കൂട്ടായ്മയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്.
നമുക്ക് കൂടുതലായിട്ട് പരിശോധിക്കാം. അത് വായിച്ചു നോക്കിയടാ. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ കം ടു അവോയ്ഡ് മിഡിൽ മെൻ. എന്തിനു വേണ്ടിയിട്ടാ? ആ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് ആണ് എന്താ? മിഡിൽ മെന്നെ അവോയ്ഡ് ചെയ്യുക കേട്ടോ, മിഡിൽ മെന്നെ ഒഴിവാക്കിക്കൊണ്ട്. ആൻഡ് ടു ഓഫർ ബെറ്റർ പ്രൈസ് ടു ദ പ്രൊഡ്യൂസേഴ്സ് അല്ലെ, പ്രൊഡ്യൂസേഴ്സിന് മിഡിൽ മെന്നെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കടന്നുകയറ്റം, അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക? ബെറ്റർ പ്രൈസ് ടു ദയർ പ്രൊഡ്യൂസേഴ്സ് അല്ലെ, പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രോഡക്റ്റിന് എന്ത് ചെയ്യുക? ബെറ്റർ പ്രൈസ് ഉറപ്പാക്കുക എന്നുള്ളതാണ് എന്താണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഫാർമേഴ്സ്, ആർട്ടിസൻസ് ആൻഡ് സ്മാൾ പ്രൊഡ്യൂസേഴ്സ്. ചെറിയ പ്രൊഡ്യൂസേഴ്സ്, ഫാർമേഴ്സ്, ആർട്ടിസൻസ് ഒക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നോക്കി, സിംപ്ലി സെയിങ്, ചുരുക്കി പറഞ്ഞാൽ ആൻ അസോസിയേഷൻ ഓഫ് കൾട്ടിവേറ്റേഴ്സ് കേട്ടോ, കൾട്ടിവേറ്റേഴ്സിന് ആൻ അസോസിയേഷൻ ഓഫ് കൾട്ടിവേറ്റേഴ്സ് ഓർഗനൈസ്ഡ് ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. സഹകരണ തത്വങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് കൾട്ടിവേറ്റേഴ്സ് രൂപം നൽകിയ എന്തിനു വേണ്ടിയിട്ടാണ്? ടു പെർഫോം മാർക്കറ്റിംഗ് ഫങ്ഷൻസ് അല്ലെ, അവരുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് മിഡിൽ മെന്നെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി സഹകരണ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൾട്ടിവേറ്റേഴ്സ് ഓർഗനൈസ് ചെയ്ത ഒരു അസോസിയേഷൻ ആണ് എന്ത് പറയുന്നത്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോടാ. അപ്പോൾ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒന്ന് ഓർത്തോളൂ, എന്താ? ടു അവോയ്ഡ് മിഡിൽ മെൻ അല്ലെ, ടു അവോയ്ഡ് മിഡിൽ മെൻ. പിന്നെ ഒന്നാണ് എന്താ? ബെറ്റർ പ്രൈസ് അല്ലെങ്കിൽ ഫെയർ പ്രൈസ് അവരുടെ പ്രോഡക്റ്റിന് ഉറപ്പാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. ഇനി നോക്കിയേ, ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് കേട്ടോ. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ ഹോം ലാൻഡ് എന്നറിയപ്പെടുന്ന USA ആണ് കേട്ടോ. USA ആണ് എന്താണ്? ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ ഹോം ലാൻഡ് അല്ലെ. അതായത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലോകത്ത് ആദ്യമായി ഒറിജിൻ ചെയ്തത് എവിടെയാണെന്ന് നമുക്ക് പറയാം? USA-യിലാണ് കേട്ടോ. USA-യിലാണ് ആദ്യമായി എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒറിജിൻ ചെയ്യുന്നത്. ഇനി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്താ? നോ റെസ്ട്രിക്ഷൻ ഫോർ ഓവർലാപ്പിംഗ് കേട്ടോ. മാർക്കറ്റിംഗ് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് എന്താ? നോ റെസ്ട്രിക്ഷൻ ഫോർ ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നോ റെസ്ട്രിക്ഷൻ ഫോർ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർലാപ്പ് ചെയ്യുന്നതിന്, അതായത് ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഒരു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ മറ്റൊരു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനായി വരുന്നതിൽ എന്തില്ല? റെസ്ട്രിക്ഷൻ ഇല്ല. അതായത് രണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓവർലാപ്പ് ചെയ്യുന്നതിൽ എന്തില്ല? റെസ്ട്രിക്ഷൻ ഇല്ല. ഓക്കെ ആണല്ലോ. മാർക്കറ്റിംഗ് ടൈപ്പ് സൊസൈറ്റീസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, നോ റെസ്ട്രിക്ഷൻ ഫോർ ഓവർലാപ്പിംഗ്. ഓക്കെ ആണോ? ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ബോംബെയിലാണ് കേട്ടോടാ. ബോംബെയിലാണ് എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. അപ്പോൾ വേൾഡിൽ ആദ്യമായിട്ട് എന്താ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറിജിൻ ചെയ്ത് എവിടെയാണെന്ന് പറയാം? USA-യിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ബോംബെയിലാണ്. ഏതാ വർഷം? 1915 കേട്ടോ. 1915 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യത്തെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത്. എവിടെയാണ്? ബോംബെയിലെ ഹൂബ്ലിയിലാണ് കേട്ടോ. ഹൂബ്ലിയിലാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി വരുന്നത്. ഓക്കെ ആണല്ലോടാ. അപ്പോൾ എന്താ? ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ വാസ് ഫോംഡ് ഇൻ ബോംബെയിലാണ്. ഏതാ വർഷം? ഇൻ 1950. എവിടെയാടാ? ഹൂബ്ലിയിലാണ് കേട്ടോ. ഹൂബ്ലിയിൽ. എന്തിനു വേണ്ടിയിട്ടാണ് എന്താ ഇന്ത്യയിൽ ഈ മാർക്കറ്റിംഗ് സൊസൈറ്റി ആദ്യമായി സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ടു എൻകറേജ് ദ കൾട്ടിവേഷൻ ഓഫ് ഇംപ്രൂവ്ഡ് കോട്ടൺ കേട്ടോ. അതായത് കോട്ടൻ്റെ എന്താ കോട്ടൺ കൾട്ടിവേഷൻ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയും മൊത്തമായി എന്താ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്താ ചെയ്യുന്നത്? ഹൂബ്ലിയിൽ ആദ്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അവിടെ അവർ കൃഷി ചെയ്തിരുന്ന കോട്ടൻ്റെ ഇംപ്രൂവ്ഡ് കൾട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ മൊത്തമായിട്ടുള്ള സെയിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുമാണ് ആദ്യമായി 1915 ബോംബെയിലെ ഹൂബ്ലിയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോടാ. ഓക്കെ. ഇനി രണ്ടാമത്തെ, അതായത് ആദ്യത്തെ നമ്മൾ പറഞ്ഞു എന്നാൽ 1950 എവിടെയാണ്? ഹൂബ്ലിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ. ഇനി രണ്ടാമത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാം. എവിടെയാടാ? സെക്കൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ കട്ടക്കിലാണ് കേട്ടോ. കട്ടക്കിലാണ്. 1970 സ്റ്റാർട്ട് ചെയ്യുന്നത്.
കേട്ടോ. സെക്കൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ പറയാം എവിടെയാ? ഘട്ടക്കിലാണ്. 1917 കേട്ടോ. 1917 ഘട്ടക്കിലാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എടാ ഓക്കെ ആണല്ലോ. അപ്പോൾ ലോകത്താദ്യമായി വേൾഡിൽ ആദ്യമായിട്ട് എവിടെയാണ് ഒറിജിൻ ചെയ്യുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റി? USA എന്ത് ചെയ്യുന്നത്? ഒറിജിൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 1950 1915 ഹൂബ്ലിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർക്കറ്റിംഗ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ രണ്ടാമത്തെ മാർക്കറ്റിംഗ് സൊസൈറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കട്ടക്കിലാണ്. എന്നാടാ? 1917 1970 എന്ത് ചെയ്യുന്നത്? കട്ടക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകതയാണ് എന്താ? ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലേ. അതായത് നോ റെസ്ട്രിക്ഷൻ ഫോർ ഓവർലാപ്പിംഗ്. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓവർലാപ്പ് ചെയ്യുന്നതിന് എന്തില്ല? റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്യാം? ഓവർലാപ്പ് ചെയ്യാം. നോ റെസ്ട്രിക്ഷൻ ഫോർ ഓവർലാപ്പിംഗ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓർക്കുകയാണല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താ? ക്ലാസിഫിക്കേഷൻ. ഓക്കെ, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റൂൾ 15 പ്രകാരം ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നോക്കിയടാ. റൂൾ 15 2A ബിലാണ്. ഓക്കെ ആണോ? റൂൾ 15 2A മെൻഷൻഡ് അബൌട്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഓക്കെ ആണല്ലോടാ. നമ്മുടെ റൂൾ 15 പ്രകാരം ക്ലാസിഫൈ ചെയ്യുന്ന ആരാ? കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റൂൾ 15 പ്രകാരം രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ റൂൾ 15 ക്ലാസിഫിക്കേഷൻ പ്രകാരം റൂൾ 15 2A എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? എന്താ? അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ്, നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ്, അങ്ങനെ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ മാർക്കറ്റിംഗ് സൊസൈറ്റി ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റിലാണ് കേട്ടോ. അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിലാണ് എന്ത് വരുന്നത്? മാർക്കറ്റിംഗ് സൊസൈറ്റീസ് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ രണ്ട് തരത്തിൽ നമ്മളിവിടെ പറയുന്നുണ്ട്. റൂൾ 15 പ്രകാരമാണെങ്കിൽ എവിടെയാണ് വരുന്നത്? റൂൾ 15 2A മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി റൂൾ 15 എന്ത് ചെയ്യുന്നത്? പറയുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട് എന്താ? അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആണോ അഗ്രികൾച്ചർ നോൺ ക്രെഡിറ്റ് ആണോ എന്നൊക്കെ അല്ലേ. അത്തരത്തിൽ പറയുവാണെങ്കിൽ നോക്കി, അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് കാറ്റഗറിയിലാണ് എന്ത് വരുന്നത്? മാർക്കറ്റിംഗ് സൊസൈറ്റീസ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം വരുന്നത് നോക്കി, ദിസ് സൊസൈറ്റി വർക്ക്സ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് സെക്യൂറിംഗ് ബെസ്റ്റ് പോസിബിൾ മാർക്കറ്റിംഗ് പ്രൈസ് ഫോർ ദ മെമ്പേഴ്സ് പ്രോഡക്റ്റ് അല്ലേ. ഇതിൽ മെമ്പേഴ്സായിട്ട് ആരൊക്കെയാണ് വരുന്നത്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സായിട്ട് വരുന്ന ആരൊക്കെയാണ്? പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സ്, ഫാർമേഴ്സ് ആയിരിക്കും എന്തായിട്ട് വരിക? ഇവിടെ മെമ്പേഴ്സായിട്ട് വരില്ല. ആ മെമ്പേഴ്സിൻ്റെ പ്രോഡക്ട്സിൻ്റെ അല്ലേ, അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്ന മാത്രമല്ല എന്താ, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസ്, അവർക്ക് ബെസ്റ്റ് പ്രൈസ്, അവരുടെ പ്രോഡക്റ്റിന് എന്താ ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ ആക്കുക. ബെസ്റ്റ് പ്രൈസ് അതായത് നല്ല വില കിട്ടുന്ന രീതിയിൽ അവർ എന്താ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. മിഡിൽമെന്നിനെ കൊണ്ട് എന്താ ചൂഷണം ചെയ്യപ്പെടാത്ത രീതിയിൽ അവരുടെ പ്രോഡക്റ്റിന് എന്താ ബെസ്റ്റ് പ്രൈസ് ലഭ്യമാക്കുക. അതുപോലെ മാൽ പ്രാക്ടീസ് എക്സസൈസ്ഡ് ബൈ ദ ഇന്റർമീഡിയറീസ് വർക്ക് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ബോത്ത് ദ ഗ്രോവർ ആൻഡ് കൺസ്യൂമർ ക്യാൻ ബി അവോയ്ഡഡ് അല്ലേ. അതായത് എന്താ, നമ്മൾ ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ ഇന്റർമീഡിയറീസ് അല്ലേ, ഈ ഇടനിലക്കാരും ഈ ഉപഭോക്താക്കളും അല്ലേ, ഇതിനിടയിൽ വരുന്ന ഇവരുടെ മാൽ പ്രാക്ടീസസ് അല്ലേ, ഇവർ ഒരുപാട് മാൽ പ്രാക്ടീസ് നടത്തേണ്ട, വിലയിലായിരുന്നാലും അളവിലായിരുന്നാലും തൂക്കത്തിലായിരുന്നാലും അല്ലേ. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റിനുണ്ടാകുന്ന ഇതുപോലുള്ള മാൽ പ്രാക്ടീസസ്, ഇടനിലക്കാരും കൊണ്ടുണ്ടാകുന്ന മാൽ പ്രാക്ടീസസ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇന്റർമീഡിയറ്റ്സിൻ്റെ മാൽ പ്രാക്ടീസ് ഒഴിവാക്കുക. അതുപോലെ എന്താണ്? ടു എക്സ്പോർട്ട് മെമ്പേഴ്സ് പ്രൊഡ്യൂസ്ഡ് ആസ് ബ്രിങ് ഇൻ സ്റ്റിൽ ബെറ്റർ റിട്ടേൺ ഫോർ ദി പ്രൊഡ്യൂസേഴ്സ് അല്ലേ. പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രോഡക്റ്റ് അല്ലെ, അധികമായിട്ട് വരുന്ന ഇവരുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാം അല്ലേ. എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ, ഇവരുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ എന്തുണ്ട്? ഇവർക്ക് എക്കണോമിക് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ, നല്ല വില ഇവർക്ക് കിട്ടും. അതുപോലെ എന്താ ബെറ്റർ റിട്ടേൺ ഫോർ ദ പ്രൊഡ്യൂസേഴ്സിന് ബെറ്റർ റിട്ടേൺ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. അവരുടെ പ്രോഡക്റ്റിന് ബെറ്റർ റിട്ടേൺ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് എന്താ? പ്രോസസ്സിംഗ് ഓഫ്
അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ലേ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിൻ്റെ എന്താ പ്രോസസ്സിങ്. നമ്മുടെ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ അഗ്രികൾച്ചർ അതായത് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എന്താ അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസിന് എന്ത് ചെയ്യാം, ചില സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാതെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊക്യൂർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സംഭരിച്ച് വെക്കാൻ പറ്റും, ശേഖരിച്ച് വെക്കാൻ പറ്റും അല്ലേ. പക്ഷേ ചില സാധനങ്ങൾ ചില അഗ്രികൾച്ചർ പ്രൊഡ്യൂസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. വേറൊന്നുമല്ല, എന്താ പറയുക, നമ്മളിപ്പോൾ അരിയോ അല്ലെങ്കിൽ നെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോസസ്സ് ചെയ്യാതെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ നാൾ എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിച്ച് വെക്കാൻ പറ്റും അല്ലേ. പക്ഷേ എന്താ തക്കാളിയോ പൊട്ടറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇല്ല. അതിനെന്തെങ്കിലും ഫർദർ പ്രോസസ്സിങ് അല്ലേ, വേറെ എന്തെങ്കിലും പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്തരത്തിലുള്ള ഇവിടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് സേഫാക്കി അതായത് സ്റ്റോർ ചെയ്ത് നമുക്ക് പ്രൊക്യൂർ ചെയ്ത് സംഭരിച്ച് വെക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ പ്രോസസ്സിങ് ഓഫ് അഗ്രികൾച്ചർ അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഒക്കെ അതായത് പ്രോസസ്സിങ് ആവശ്യമായിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഒക്കെ പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ സ്റ്റോറേജ് ഫെസിലിറ്റി അല്ലേ, ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ത് ചെയ്യുന്നടാ, ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു ഇല്ലേ. വാങ്ങിയിട്ട് എന്താ ചെയ്യുക, ഇത് അതുപോലെ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്, അല്ല, ഇതിനെന്ത് ചെയ്യണം, നമുക്കൊരു സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ഫെസിലിറ്റി വേണം, സ്റ്റോറേജ് ഫെസിലിറ്റി. അതായത് എന്താ, ഗോഡൗൺ പോലുള്ള എന്താ അല്ലെങ്കിൽ എന്താ കോൾഡ് പ്ലേസസ് അതായത് സ്റ്റോറേജ് പ്ലേസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രധാന മറ്റൊരു ഒബ്ജക്റ്റാണ് എന്താ, സ്റ്റോറേജ് ഫെസിലിറ്റി ഒരുക്കുക. അതായത് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ പ്രോസസ്സ് ചെയ്തോ അല്ലാതെയോ എന്ത് ചെയ്യണം, അവ സ്റ്റോർ ചെയ്ത് വെക്കണം. മാർക്കറ്റിൽ എത്തിക്കുന്നത് വരെ എന്ത് ചെയ്യണം, അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് സ്റ്റോറേജ് ഫെസിലിറ്റി അവൈലബിൾ ആക്കണം. ഇനി ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ അല്ലേ, സ്റ്റോറേജ് ഫെസിലിറ്റി പറഞ്ഞു. ഇനി ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ അക്കോർഡിംഗ് ടു ദ ഗ്രേഡഡ് ക്വാളിറ്റി അല്ലേ. അതെന്ന് വെച്ചാൽ എന്താ, ഈ സാധനങ്ങൾ എന്ത് ചെയ്യുക, ഗ്രേഡ് ചെയ്യുകയും സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും ചെയ്യണം. അതായത് നമ്മൾ പല കർഷകരുടെ കയ്യിൽ നിന്ന് പല പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളാണ്. അവ എങ്ങനെയായിരിക്കും, പല ഗ്രേഡിലുള്ളതും പല സ്റ്റാൻഡേർഡ് പല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും, പല ഗ്രേഡിലുള്ള സാധനങ്ങളായിരിക്കും ഇല്ലേ. അപ്പോൾ അവയെല്ലാം കൂടി ഒരുമിച്ചിടുന്നതിനേക്കാൾ എന്താ ചെയ്യുക, അതിൻ്റെ ഗ്രേഡ് ചെയ്ത് അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷനെ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്ത് അവരുടെ ക്വാളിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക, പാക്ക് ചെയ്യുക. ഓക്കെ, ഗ്രേഡിങ്ങും സ്റ്റാൻഡർഡൈസേഷനും. ഓക്കെ, ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. നമ്മളെന്താ ഈ ഗ്രേഡിങ്ങും സ്റ്റാൻഡർഡൈസേഷനും പാക്കിങ്ങും എല്ലാം കൺസ്യൂമർ സൊസൈറ്റി പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളെന്താ NCCFൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് ഈ ഗ്രേഡിങ്ങും പാക്കിങ്ങും സ്റ്റാൻഡർഡൈസേഷനും എല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അതായത് എന്താ, നമ്മൾ ഈ രണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റിയും കൺസ്യൂമർ സൊസൈറ്റിയും ചെയ്യുന്ന ഗ്രേഡിങ്ങും പാക്കിങ്ങും സ്റ്റാൻഡർഡൈസേഷനും രണ്ടാണ് കേട്ടോ. അതിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്നും അതായത് ഈ ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നും സാധനങ്ങൾ വാങ്ങുന്ന സമയത്തും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഗ്രേഡ് ചെയ്ത് വേർതിരിച്ച് വെക്കേണ്ടതുണ്ട്. അവരുടെ ക്വാളിറ്റി അനുസരിച്ച് വേർതിരിച്ച് വെക്കേണ്ടതുണ്ട്. അതിൽ നിന്നും ഈ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലെത്തുമ്പോൾ അവിടെ മറ്റൊരു തരത്തിലുള്ള ഗ്രേഡിങ്ങും പാക്കിങ്ങും ഒക്കെയാണ് ഉണ്ടാവുക അല്ലേ. അതായത് കൺസ്യൂമറിന് അവരുടെ കയ്യിലെത്തുമ്പോൾ ആ ഒരു രീതിയിലാണ് ആ ക്വാളിറ്റിയും അതിൻ്റെ പാക്കിങ്ങും സ്റ്റാൻഡർഡൈസേഷനും എല്ലാം ഉണ്ടാവുക. ഓക്കെ ആണോ. ഇവർ എന്താ ചെയ്യുക, മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്നും സാധനങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നടത്തുന്നത് മറ്റൊരു തരത്തിലുള്ള ഗ്രേഡിങ്ങും സ്റ്റാൻഡർഡൈസേഷനുമാണ്. പക്ഷേ അതേ പ്രോഡക്റ്റിനെ കൺസ്യൂമർ സൊസൈറ്റിയിൽ ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, കൺസ്യൂമറിൻ്റെ മുന്നിൽ ഈ പ്രോഡക്റ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേഡിങ്ങും പാക്കിങ്ങും ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൺസ്യൂമർ പഠിച്ചപ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്തൊരു ഒബ്ജക്റ്റ് നോക്കിയേ, പ്രോസസ്സിങ് ഇൻ ഓർഡർ ടു മേക്ക് യൂസ്ഫുൾ ടു ദ കൺസ്യൂമേഴ്സ് അല്ലേ. പ്രോസസ്സിങ് ഇൻ ഓർഡർ ടു മേക്ക് യൂസ്ഫുൾ ടു കൺസ്യൂമേഴ്സ്. അതായത് ഈ പ്രോഡക്റ്റ് എല്ലാം തന്നെ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്നും വാങ്ങുന്ന പ്രോഡക്റ്റ് എല്ലാം തന്നെ കൺസ്യൂമേഴ്സിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ ആണോ? അതായത് എന്താ ചെയ്യുക, നമ്മളെന്താ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല പ്രോസസ്സ് ചെയ്യുന്നത്. ഈ സാധനങ്ങൾ എന്താ ചെയ്യുക, കൺസ്യൂമറിൻ്റെ കയ്യിലെത്തുമ്പോൾ ഒരു കൺസ്യൂമറിന് അത് ഉപയോഗിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നെല്ലാണ്
ഒരു കൾട്ടിവേറ്ററുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു 1000 കിലോ നെല്ല് വാങ്ങി സൂക്ഷിച്ചു. പക്ഷെ അത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ ഷോപ്പിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് നെല്ലായിട്ടാണോ? അല്ല, അരിയാക്കണം അല്ലേ? അതിനെ എന്ത് ചെയ്യണം? കൺസ്യൂമറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അടുത്ത ഫംഗ്ഷൻ എന്താ? പ്രോസസ്സിങ് ഇൻ ഓർഡർ ടു മേക്ക് യൂസ്ഫുൾ ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമറിന്, അതായത് ഒരു ഉപഭോക്താവിന് ഉപയോഗിക്കാൻ പ്രാപ്തമായ രീതിയിൽ എന്ത് ചെയ്യണം? ഈ പ്രോഡക്റ്റിനെ പ്രോസസ്സ് ചെയ്യണം. മനസ്സിലായോ? സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, കേടുകൂടാതെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ്? കൺസ്യൂമറിന് അതെന്താ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുന്നതിന് കൂടിയാണ് എന്താ പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ വെയർ ഹൗസിങ് ഓർ സ്റ്റോറിങ് ഓഫ് ആർട്ടിക്കിൾസ് ടു ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് അല്ലേ? ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി എന്ത് ചെയ്യുക? വെയർ ഹൗസിങ് ആൻഡ് സ്റ്റോറിങ് അല്ലേ? സാധനങ്ങൾ എന്ത് ചെയ്യണം? ഈ വെയർ ഹൗസിങ്ങിൽ അല്ലെങ്കിൽ ഗോഡൗൺസിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇവരുടെ ആർട്ടിക്കിൾസ് സ്റ്റോർ ചെയ്ത് വെക്കണം. പ്രൊഡ്യൂസേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ആരൊരുക്കുന്നുണ്ട്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരുക്കുന്നുണ്ട്. മറ്റൊന്ന് നോക്കിയേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആക്ട് ആസ് ആൻ ഏജൻറ് ഓഫ് ഗവൺമെൻറ്. കേട്ടോ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റായിട്ട് ആര് വർക്ക് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട്. അതായത് ഗവൺമെൻറ് ഈ പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന പല സ്കീംസും പ്രോഗ്രാംസും എല്ലാം ആര് വഴിയാണ്? മാർക്കറ്റിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ നാഫെഡ് വഴിയൊക്കെയാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഗവൺമെൻറ് പല പ്രോജക്റ്റും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴിയാണ്. പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രൈസ് സപ്പോർട്ട് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? പ്രൈസ് സപ്പോർട്ട് സ്കീം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് അങ്ങോട്ട് വരുന്നുണ്ട്, കേട്ടില്ലാത്തൊരു വിഷമിക്കേണ്ട, ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ പ്രൈസ് സപ്പോർട്ട് സ്കീം. അപ്പോൾ പ്രൈസ് സപ്പോർട്ട് സ്കീമൊക്കെ ഈ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ എന്താ ഈ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ലെവൽ ഫെഡറേഷനായ നാഫെഡ് വഴിയൊക്കെയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റ് ആയിട്ട് കൂടി ആക്ട് ആസ് ആൻ ഏജൻറ്റ് കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റ് ആയിട്ട് കൂടി ആര് വർക്ക് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇത് ഇത്രയാണ് എന്താ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി പഠിക്കുക, മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ പഠിക്കുക കേട്ടോ. താങ്ക്